ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ബില്ലിംഗിലി എന്ന് പറയുന്ന ചെറിയൊരു ലോക്കൽ ഐലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്കിത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളത്. ഇതിൻ്റെ വ്യൂസും ലൈക്സും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഞാനിനി അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത് തന്നെ. നമ്മൾ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഹുലുമാല എന്ന് പറയുന്ന ഐലൻഡിൽ നിന്നാണ്. ഹുലുമാലയിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് മാല എന്ന് പറയുന്ന ഒരു മെയിൻ ഐലൻഡിലേക്ക് എത്തണം. അവിടെയാണ് നമുക്ക് വില്ലിംഗിലിയിലേക്കുള്ള ഫെറി ടെർമിനൽ ഉള്ളത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാൽദീവ്സിൽ മാല എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ കൂടെയാണ്. ഇനി നമ്മൾ ഇങ്ങനെ പോയി വില്ലിംഗിലി ഫെറി ടെർമിനലിൽ എത്തണം. അവിടെ നമുക്ക് ഫെറി ബോട്ട് എടുത്ത് ഒരു 5 മിനിറ്റോളം മാലയിൽ നിന്ന് വില്ലിംഗിലിയിലേക്ക് എത്താം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോട്ട്സ് പാർക്ക് ചെയ്തേക്കുന്നതാണ് സൈഡിൽ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടാക്സിയിലാണ്. ഇപ്പം നമ്മൾ എത്താനായിട്ടുണ്ട് ആ ഒരു ഫെറി ടെർമിനലിൽ. ഫൈനലി നമ്മൾ വില്ലിംഗിലിയിൽ എത്തിയിരിക്കുകയാണ്. അതിനിടയിലൊക്കെ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് വില്ലിംഗിലിയാണ്. ഇതൊരു ലോക്കൽ ഐലൻഡാണ്. സാധാരണക്കാരായ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ലോക്കൽ ഐലൻഡ്. മാലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് വില്ലിംഗില്ലി. ഇതിന് വില്ലിമാല എന്ന് പറയും. ഇത് രാവിലെ 7 മണിയാണ് ഈ കാണുന്നത്. ആൾക്കാർക്ക് എണീറ്റ് വരണതേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോൾ എണീറ്റ് ഒരു 6:30 ബസ്സിന് വരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്കത് മിസ്സായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ടാക്സി എടുത്ത് പോന്നു. 7 മണിയായപ്പോൾ ഞങ്ങൾ മാലയിലെത്തി. അവിടുന്ന് വില്ലിംഗിലിയിലേക്കുള്ള ഫെറി എന്ന് പറയുന്നത് 7 മണിക്ക് ഉണ്ടായിരുന്നു. 7 മണിക്ക് അവിടുന്ന് പോന്നു. 7:05 ഇപ്പോൾ ടൈം. 7:05 ഞങ്ങൾ ഇവിടെ എത്തി. വില്ലിംഗിലി ഫെറിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ലെഫ്റ്റ് ടേൺ ആണ് ഫസ്റ്റ് എടുത്ത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഫെറീൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണ്. ബോട്ട്സൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ബീച്ച് സൈഡിലേക്ക് പതുക്കെ നടന്ന് പോവുകയാണ്. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ വ്യൂ ഒക്കെ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുള്ള ഒരു ഐലൻഡാണിത്. നമുക്ക് ഒത്തിരി സിറ്റിംഗ് പ്ലേസസ് ഒക്കെ ഇതൊക്കെ ന്യൂ ആയിട്ട് പുതിയതായിട്ട് അവരുണ്ടാക്കിയതാണ്. നമ്മൾ നേരത്തെ വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സാധാരണ ഞങ്ങൾ സ്വിമ്മിങ് സ്നോർക്കലിങ് ഒക്കെ ചെയ്യാനാണ് ഇവിടെ വരുന്നത്. അല്ലാതെ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഇവിടെ വന്ന് കുറേ സമയം ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുക, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക, ഫുഡൊക്കെ കഴിക്കുക. ഇങ്ങനെ ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം, എന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്. ഈ മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു സംഭവം എന്ന് പറയുന്നത്. നല്ലൊരു കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഇപ്പോഴും ഇവിടെ. നമുക്ക് ഈ മരങ്ങളുടെ അടിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ റിലാക്സ് ചെയ്യാനായിട്ട് കുറേ ചെയർസ്, ബെഞ്ചസ്, ടേബിൾസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ വാഷ്റൂംസ് ആയാലും നമുക്ക് ബീച്ചിൽ സ്വിമ്മിങ് ചെയ്തിട്ട് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയാലും അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുള്ള റൂംസൊക്കെ അവിടെ ബീച്ചസിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ മരങ്ങളുടെ ബ്രാഞ്ചസ് ഒക്കെ ഒത്തിരി താഴെ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നിട്ട് നമുക്ക് അതിൽ കയറാനൊക്കെ തോന്നും. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ടേബിളൊക്കെ സെർച്ച് ചെയ്യാണ് നമുക്കൊന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വെയിലായിട്ടില്ല. സ്വിമ്മിങ് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഒരു വെയിലുമില്ല, നല്ല കൂൾ ക്ലൈമറ്റ്. കുറച്ച് കുട്ടികളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അവരവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനാണ് പ്ലാന്. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു മൂടുണ്ടെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ ഇറങ്ങും. ഇവിടെ നോക്ക് ഇവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹട്ട്സൊക്കെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നമുക്ക് അതിൽ മേളിൽ കയറിയിട്ട് സീ വ്യൂ ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ ഇത് പുതിയതായിട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ അവിടെ നോക്ക് ഒരു ബ്രിഡ്ജ് പണിയുന്നുണ്ട് അവർ. മാലയെ വില്ലിംഗിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജൊക്കെ അവർ പണിയുന്നുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ബസ്സും ടാക്സിയും ഒക്കെ ഉണ്ടാവും വില്ലിംഗിലിയിലേക്ക്. ഇപ്പം നമുക്ക് ഫെറി മാത്രമേ ഉള്ളൂ 5 മിനിറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഫ്രണ്ട്സൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ ബീച്ച് കാണാനായിട്ട്. നിറയെ മരങ്ങളും ചെറിയൊരു തണുത്ത കാറ്റും നല്ല തണുപ്പും. പിന്നെ ഈ വാട്ടറിൻ്റെ കളർ തന്നെ നിങ്ങൾ നോക്കുക, ലൈറ്റ് ബ്ലൂ കളർ. ഹട്ടിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നോക്കൂ,
ലൈറ്റ് ബ്ലൂ കളറുള്ള വാട്ടറാണ്. പിന്നെ ഇത് ആ കാണാം അവിടെ ഒരു പെൻഷൻ പോലെയാണ്, അതാണ് മാലേ സിറ്റി എന്ന് പറയുന്നത്. മാലേ എന്ന് പറയുന്ന ഐലൻഡ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫെറിയിൽ 5 മിനിറ്റ് ജേണിയേ ഉള്ളൂ. ഭയങ്കര ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് മാലേന്ന്. നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ഇപ്പോൾ വർക്ക് ഓൺ ഗോയിങ്. ഇതാണ് ഹട്ടിൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ. നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ വാട്ടറിൻ്റെ കളർ നോക്കൂ, ലൈറ്റ് ബ്ലൂ. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ. നമ്മൾ കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇഡ്ഡലി, ചട്നി, സാമ്പാറൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ചില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ് ഈ വില്ലിങ്ങിലയുടെ അപ്പുറത്തെ സൈഡ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചില്ല് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഐലൻഡുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇനി കൂടുതൽ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.